എനിക്കൊരു മോനുണ്ടായിരുന്നു. അവൻ 5 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് മക്കളില്ല, എനിക്ക് ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന് പറയണം. എല്ലാ ഡോക്ടർമാരും വിധി എഴുതി എന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് അത് കരയാം. അപ്പോൾ കരയുന്ന സമയത്ത് എനിക്ക് ഈ തിരുവചനം 111 തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ അതിലേക്ക് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ അമ്മയോട് ചേർന്ന് കരഞ്ഞ് രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലി. ഈ ജപമാല ചൊല്ലാൻ പറഞ്ഞു അവനോട്. 5 വർഷം മുമ്പ് പറഞ്ഞതാ. 5 വർഷം മുമ്പ് പറയുമ്പോൾ സ്നേഹമുള്ളവരെ, ഈ റോസമിസ്റ്റിക്ക മാതാവിന് എനിക്ക് അത്രമേൽ സ്നേഹമൊന്നും ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അമ്മയെ അറിയാമെന്നല്ലാതെ അതിനപ്പുറത്ത് അറിയുന്നില്ല. പക്ഷേ 5 വർഷം ഈ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മക്കളുണ്ടാവില്ല എന്ന് പറയണേ, പക്ഷെ എനിക്ക് ഉറപ്പാണ് അമ്മയോട് ചേർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് എനിക്ക് മക്കളെ നൽകുമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 വർഷമല്ല, 2 വർഷമല്ല, എന്ന് പറഞ്ഞാൽ 1000-ലധികം ദിവസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് സ്നേഹമുള്ളവരെ, റോസമിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേനയാണ് നമ്മൾ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തത്. 5-ാം തീയതി എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സന്തോഷത്തിൻ്റെ കാര്യം പറയാനുണ്ട്, സന്തോഷത്തിന്റെ കാര്യം പറയാനെന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ആത്മാവിലും മിഴുനീരോട് കൂടിയിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ നിന്നിട്ട് പറയാ, അച്ഛാ റോസമിസ്റ്റിക്ക മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു അച്ഛാ. എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയത് എനിക്ക് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ നാണക്കേടിൽ ജീവിക്കാൻ തുടങ്ങിയതാ. എൻ്റെ കുടുംബത്തിലുള്ളവര്, എൻ്റെ നാട്ടുകാരൊക്കെ എന്നെ അത്ര കളിയാക്കി നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഈ നൊവേന ചൊല്ലിയതിൻ്റെ 5-ാം ദിവസം പരിശുദ്ധ അമ്മയുടെ സാന്ത്വന ഞാൻ അനുഭവിച്ചു. രക്തക്കണ്ണീര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മുറിയിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ വാത്സല്യം ഞാൻ അനുഭവിക്കുന്നു, മാതാവിൻ്റെ ഫ്രാഗ്രൻസ് അനുഭവിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറയാ, എടാ നിനക്ക് ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന് മെഡിസിൻ തന്ന സമയത്ത് എനിക്കറിയായിരുന്നു. കാരണം അതിലൂടെ ഒന്നും പറ്റുന്ന കാര്യമല്ല നിന്റെ ശരീരത്തിൽ. പക്ഷേ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു എന്നുള്ളത്. മാതാവ് എന്നോട് പറഞ്ഞു, ഈ വർഷം 1000 റോസമിസ്റ്റിക്ക മാതാവിനെ കൊടുക്കണം. അങ്ങനെ പറയുമ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ വിചാരിച്ചു അതൊക്കെ നടക്കണ കാര്യമാണോ? ഇങ്ങനെയുള്ള അമ്മയെ 1000 പേർക്ക് കൊടുക്കണം. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ നിന്നെ വിളിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, ഇതൊക്കെ ശരിയാണോ? പക്ഷേ സ്നേഹമുള്ളവരെ, ഈ തിരുനാളിൻ്റെ അന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ 1000 ഭവനങ്ങളിലെത്തി. ഇതേ അമ്മ മൊണ്ടിച്ചേരിയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് കൊടുത്ത ഈ അത്ഭുത രൂപം ഇവിടെ നമുക്ക് കിട്ടുകയും ഇങ്ങനെ 1000 രൂപങ്ങൾ കൊടുത്തു. അതിലുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇത് കൊടുക്കുന്ന സമയത്ത്, ഇത് കൊണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചില രൂപങ്ങൾ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ അതിൽ ഒരു മോള് പറഞ്ഞു, പൊട്ടിയ രൂപമാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഈ രൂപം കളയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടിയ മാതാവിനെ അവളിങ്ങനെ ഒട്ടിച്ച് മാതാവിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ റോസാപ്പൂക്കളുടെ അവിടെ എന്ന് പറഞ്ഞാൽ അവളുടെ തോട്ടത്തിൽ മുഴുവൻ റോസാപ്പൂക്കൾ ഇങ്ങനെ നിറയാൻ തുടങ്ങുക. അപ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായി. അതിനുശേഷം ആരും കാണാതെ അവൾ ഒളിപ്പിച്ച് വെച്ച രൂപം, കാരണം ഇത് പൊട്ടിയ രൂപം എല്ലാവരും കണ്ട പ്രശ്നമല്ലേ. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ മുറിയിൽ ആരും കാണാതെ ഇങ്ങനെ സങ്കടത്തോടുകൂടി അമ്മയുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ നാട്ടുകാര് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ചോദിച്ചാൽ അതെന്താടി? അവളെന്നോട് പറയായിരുന്നു, അച്ഛാ ഇവളുടെ വീട് മുഴുവൻ ഇങ്ങനെ സുഗന്ധം കൊണ്ട് നിറയുന്ന, ഇവളുടെ വീടിൻ്റെ പരിസരങ്ങൾ നാട്ടുകാരൊക്കെ വന്ന് ചോദിച്ചു തുടങ്ങി, എടി എന്താ നിന്റെ വീട്ടിൽ ഇത്ര സ്മെല്ല്, നീ എന്ത് സ്പ്രേ അടിച്ചേക്കണേ, നീ എന്ത് ഡെറ്റോൾ ഇട്ടേക്കണേ വീട്ടിൽ, ഇത്രയും സന്തോഷം അല്ലെങ്കിൽ ഇത്രയും സുഗന്ധമൊക്കെ നിന്റെ വീട്ടിൽ, നിന്റെ വീടിൻ്റെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രകാശമാണ്, അമ്മയെ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ട് അവളെ കാണാനായിട്ട് വരിക. ഇവളെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്ന് ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹമുള്ളവർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, അമ്മയെ സ്നേഹിച്ചു തുടങ്ങണം. അമ്മ നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. 111 ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അമ്മ വഴിയാണ് അത് സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ അമ്മ വഴി വാഴ്വിൽ വരുന്നു, അഭിഷേകം അമ്മ വഴി കത്തിപ്പടരുന്നു, അന്ധകാര ശക്തികൾ പാടെ നീങ്ങുന്നു, അമ്മ വഴി നമ്മൾ നിത്യം വിജയിച്ചിടുന്നു. അമ്മേ 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 മാതാവേ, റോസമിസ്റ്റിക്ക മാതാവേ. കാനായില് ആ കൽഭരണികളൊക്കെ വക്കുപൊട്ടിയ കൽഭരണികളായിരുന്നു എന്നാണ് പറയണത്. ഒന്നിനും കൊള്ളാത്ത ജീവിതങ്ങൾ. പക്ഷെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ ആ കൽഭരണികൾ വിലയുള്ളതായി തീർന്നു. ഇന്ന് അമ്മയുടെ തിരുനാൾ ദിവസം
നമുക്കും ഉറച്ച് വിശ്വസിക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വക്കുപൊട്ടിയ പ്രശ്നങ്ങളുള്ള ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നലുകളൊക്കെ ഉള്ളവരാണ് നമ്മളെങ്കിലും ഇന്നു മുതൽ അമ്മയുടെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ, അമ്മയോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളുടെ ജീവിതം അമ്മ വഴിയായി ഈശോ എടുത്തുയർത്തും. അതിനാണ് പരിശുദ്ധ അമ്മ പേറാന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, എൻ്റെ മക്കളോട് എല്ലാ 13-ാം തീയതിയും റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കണം. 13 എന്നുള്ള വാക്ക് തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അത് യൂസ് ചെയ്യാറില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ഒരു ടൈമായിട്ടോ അല്ലെങ്കിൽ 13-ാം ദിവസം തന്നെ മോശം ദിവസമാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. മോശമെന്ന് നീ പറയുന്ന, ലോകം പറയുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മോശമായതിനെ അമ്മ നന്മയാക്കും. നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത പച്ചവെള്ളത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അത് അത്ഭുതങ്ങളുടെ നിറമുള്ള, മണമുള്ള പുതുവീഞ്ഞാക്കി തീർക്കും. അതിന് നീ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇന്ന് മുതൽ നമുക്ക് ഈ കരങ്ങളിൽ ഈ ജപമാല എടുത്ത് അമ്മയോട് ചേർന്ന് എല്ലാ 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങണം. ഈ ജൂലൈ 13 മാത്രമല്ല, എല്ലാ 13-ാം തീയതിയും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ, റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റണം. അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന കൃപകൾ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്, രോഗസൗഖ്യങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലകൾ ക്രമീകരിക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ആത്മീയ സന്തോഷത്തിൽ എൻ്റെ ആത്മാവിൻ കൃപയാഴം നീ, എൻ്റെ സ്വർഗീയ ഗോവണി നീ, അങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലാണോ ഒരുമിച്ച് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലണം. ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങണം. ഇതുപോലെയുള്ള ഗുഡ്നസ് പോലെയുള്ള ചാനലുകളിൽ അമ്മയോട് ചേർന്നുള്ള ശുശ്രൂഷ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യണം, ദശാംശം നൽകണം. അമ്മയെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള അമ്മയുടെ പുസ്തകങ്ങൾ വായിക്കാൻ, വചനം വായിക്കാനൊക്കെ നമുക്ക് തുടങ്ങാം. അങ്ങനെ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.